എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ചപ്പാത്തി, പൂരി, ഇടിയപ്പം ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 3 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് സവാളയാണ്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള സ്ലൈസ് ചെയ്തതാണ് ഇപ്പോൾ ചേർത്തത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഈ സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് ചെറുതായിട്ട് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും ഗരം മസാലയുമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത്. തീ കുറച്ച് വെച്ചിട്ട് ഈ പൊടികളെല്ലാം നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞ ശേഷമാണ് ഇതിലേക്ക് തക്കാളി ചേർക്കുന്നത്. ഒരു ചെറിയ തക്കാളിയുടെ പകുതിയാണ് ഞാൻ ചേർത്തത്. ഈ തക്കാളിയുടെ അളവ് കൂടിപ്പോകണ്ട. ഈ ഒരു ചെറിയ തക്കാളിയുടെ പകുതി മാത്രം ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഞാനൊരല്പം വെള്ളം ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണിനടുത്താണ് വെള്ളം ചേർത്തത്. ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വെള്ളം ചേർത്തത്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ തക്കാളി നന്നായിട്ട് ഒന്ന് വെന്തുടഞ്ഞ് വരണം. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ മീഡിയം വലുപ്പത്തിലുള്ള 3 ഉരുളക്കിഴങ്ങാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലയുമായിട്ട് ചേർത്ത് ഉരുളക്കിഴങ്ങ് ഏകദേശം 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇതിലേക്ക് വെള്ളമൊക്കെ ചേർക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് മസാലയുമായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. നല്ല ചൂടുവെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ ഇത് കുറച്ച് ചാറോട് കൂടിയിട്ടുള്ളൊരു കറിയാണ്. അതുകൊണ്ട് ഞാൻ ഇതിലേക്കൊരു 2.5 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. നേരത്തെ സവാള വഴറ്റിയെടുത്ത സമയത്തും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാനിതിവിടെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങൊക്കെ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് നന്നായിട്ട് ഈ സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉരുളക്കിഴങ്ങ് കറിയാണിത്. ഇത് ചപ്പാത്തിക്കും പൂരിക്കും അതുപോലെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു ചാറോട് കൂടിയിട്ടുള്ള കറിയാണ്. പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും ഇതൊന്ന് കുറുകി വരും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്